السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ നസീൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങൾ സൂറത്ത് നിസായിലെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തിൻ്റെ അവസാനം ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ജസ്റ്റ് ലൈക്ക് ഫോർ ആൻ എർത്ത്ലി കിങ്ഡം, ഈ ഭൂമിയിൽ ഒരു അധികാരമണ്ഡലം ഉണ്ടെന്നിരിക്കട്ടെ, അതുപോലെ അങ്ങനെ ഒരു അധികാര മണ്ഡലം, ഒരു പ്രദേശം ഭൂമിയിൽ നമുക്കുണ്ടെങ്കിൽ, ദ വേസ്റ്റ് ക്രൈം ഈസ് ട്രീസൺ. ആ അധികാര മണ്ഡലത്തിൽ, ആ രാജ്യത്ത് അവിടെ ദ്രോഹം ചെയ്യുന്നത് ഏറ്റവും മോശമായ കാര്യം, കുറ്റമാണ്. രാജ്യത്തിനെതിരായിട്ട് നിലകൊള്ളുക എന്നത് ഏറ്റവും വലിയ കുറ്റമാണ്. ദ വേസ്റ്റ് ക്രൈം ഈസ് ട്രീസൺ, രാജ്യദ്രോഹം നടത്തുന്നത്. ഒരു മണ്ഡലം ഉണ്ട്, ഒരു പ്രദേശമുണ്ട്, ഒരു രാജ്യമുണ്ട്, ഒരു സ്ഥലമുണ്ട്. അതിനെന്തെങ്കിലും ഒരു ദ്രോഹം വരുന്ന രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുക എന്നത് അത് ഏറ്റവും മോശമായ കാര്യമാണ്. ഫോർ ഇറ്റ് പിയേഴ്സസ്, അങ്ങനെ നിങ്ങൾ ആ രാജ്യത്ത് നിങ്ങൾ എന്തെങ്കിലും ദ്രോഹം ചെയ്യുകയാണെങ്കിൽ, ഫോർ ഇറ്റ് പിയേഴ്സസ് ദ വെരി ഐഡൻറ്റിറ്റി ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ദ റൂളർ ഓർ ഗവൺമെൻറ്, അവിടുത്തെ ഭരണാധികാരിയെ അല്ലെങ്കിൽ ഭരണകൂടത്തെ, അതിൻ്റെ തന്നെ നിലനിൽപ്പിനെയും അതിൻ്റെ അസ്തിത്വത്തെയും ആണ് അതില്ലാതാക്കുന്നത്. അപ്പോൾ ഭരണകൂടത്തെ, അതിൻ്റെ അസ്തിത്വത്തെ തന്നെ അത് ഇല്ലാതാക്കുന്ന നിലയിലേക്ക് അത് നമ്മെ കൊണ്ടുചെന്നെത്തിക്കും. ഇതുപോലെ നമുക്കൊരു ശരീരം അല്ലാഹു തആല നൽകിയിരിക്കുന്നു. ഈ ശരീരത്തിന് എന്തെങ്കിലും കേട് അല്ലെങ്കിൽ ഒരു ദോഷം, ഒരു ബുദ്ധിമുട്ട് വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, ഇതിൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാതായി പോകും. അപ്പോൾ ശരീരത്തെ നമ്മൾ വളരെ കാര്യമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ നമ്മുടെ തന്നെ നിലനിൽപ്പ് ഇല്ലാതായി പോകും. അപ്പോൾ ഇതുപോലെ ഒരു രാജ്യം ഉണ്ടെങ്കിൽ ആ രാജ്യത്തിനകത്ത് യാതൊരു ദ്രോഹവും ദോഷവും വരുത്താതെ നല്ലത് മാത്രം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അത് ഒരു വ്യക്തിയിലേക്ക് നമ്മൾ തിരിക്കുകയാണെങ്കിൽ, ആ വ്യക്തി ആ രാജ്യത്ത് കഴിയുന്ന ആളാണ്. അപ്പോൾ അതിനെ പരിപാവനമായി, പരിശുദ്ധമായി, നല്ല നിലയിൽ അത് കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ തന്നെ നിലനിൽപ്പ്, അല്ലെങ്കിൽ ആ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പ് അത് ഇല്ലാതാവും, അത് നശിച്ചു പോകുന്നതാണ്.
Nowadays, there are talks about all kinds of espionage. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നൗവേഡേയ്സ് ഇക്കാലത്ത് ഉള്ള ഒരു പ്രവണത, there are talks, സംസാരങ്ങൾ ഇങ്ങനെ നടക്കൽ പതിവാണ്. There are talks about all kinds of espionage. അതായത് ചാരന്മാരെ ഉപയോഗിച്ച് എല്ലാ തരത്തിലുള്ള സംസാരങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. നേരിട്ടല്ല, എല്ലാം ചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് സംസാരങ്ങളെല്ലാം നടക്കുന്നത്. നേർക്ക് നേരെയല്ല, ഇടയ്ക്ക് ആളെ നിർത്തിക്കൊണ്ടായിരിക്കും ആ രീതിയിൽ. ഇന്നങ്ങനെയാണ്. ബി ഇറ്റ് ഇൻഡസ്ട്രിയൽ എസ്പിയോണേജ്, അത് ഔദ്യോഗികമായ ചാരപ്രവൃത്തി ആയാലും ശരി, ആൻഡ് സ്റ്റേറ്റ് എസ്പിനോയഞ്ച്, അതുപോലെ സംസ്ഥാന തലത്തിലുള്ള ഭരണകൂട തലത്തിലുള്ള ചാരപ്രവർത്തനമായാലും ശരി നടക്കും. എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടല്ല, നേരെയല്ല കാര്യങ്ങൾ പോകുന്നത്, എല്ലാം ചാരപ്രവർത്തനത്തിലൂടെയാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതെല്ലാം നേരെ ചൊവ്വെ നടത്താനാണ്. അപ്പോൾ അതിന് തുരങ്കം വയ്ക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ആണ് ഇന്ന് എല്ലാ മേഖലകളിലും നടക്കുന്നത്. There is also what we call religious espionage also. പിന്നെ അപ്പോൾ നമ്മൾക്ക് മതപരമായ ചാരന്മാരെ ഉപയോഗപ്പെടുത്തലും ഇതിനിടയിൽ ഉണ്ട്. അങ്ങനെയും നമുക്ക് പറയാം. ചുരുക്കത്തിൽ എല്ലാ രംഗങ്ങളിലും, മതരംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും രാജ്യത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ രംഗത്തും ചാരന്മാരെ, യഥാർത്ഥമായ നിലയിലുള്ള ആളുകളല്ലാത്തവരെ വിട്ട് രഹസ്യങ്ങൾ ചോർത്തി ചില കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത. ഈ ചാരന്മാർ തന്നെ ചിലപ്പോൾ മറുപക്ഷത്ത് ചാടികളയും. അപ്പോൾ ആ നിലയിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റിലിജിയൻസ് ബാറ്റിൽ ടു ഫൈൻഡ് ദ വീക്ക്നെസ്സസ് ഓഫ് വൺ അനദർ. ഈ മതപരമായിട്ടുള്ള യുദ്ധമെന്ന് പറയുന്നത് ഈ പരസ്പരമുള്ള ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ടു എക്സ്റ്റർമിനേറ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഈച്ച് അതർ, എന്നിട്ട് പരസ്പരം അവരെ ഇല്ലാതാക്കുക എന്ന പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. ഇപ്പം മതരംഗത്ത് ഈ തകർച്ച വരുന്നതിൻ്റെ പ്രധാന കാരണം ഈ മതരംഗത്തുള്ള ആളുകളിൽ എന്തൊക്കെയാണ് വീക്ക്നെസ്സസ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പിടിച്ചുകൊണ്ട് അവർ അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഇങ്ങനെയുള്ള ഈ കടന്നുകയറ്റങ്ങൾ എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും മറ്റിതര പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടും ഇവരങ്ങോട്ടുമൊക്കെ കടന്നു കയറി ഈ തകരാറുകൾ ഓരോന്നിനെയും ഇല്ലാതാക്കുക, രക്ഷിക്കുക എന്നതല്ല, ഓരോന്നിനെ ഒരു വിഭാഗത്തിനെ ഇല്ലാതാക്കിയിട്ട് അടുത്ത വിഭാഗത്തിന് മേൽക്കൈ നേടണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. വെരി ഓഫൻ സ്പൈസ് മാസ്ക് ആൻഡ് സ്പൈസ് റിലീജിയസ് പീപ്പിൾ. മിക്കപ്പോഴും സംഭവിക്കുന്നത് ഈ സ്പൈസ്, ഈ ചാരന്മാർ മാസ്ക്സ്, അവർ കപടവേഷം കെട്ടുകയാണ്. ആ സ്പൈസ് റിലീജിയസ് പീപ്പിൾ, അവർ വളരെ സാത്വികരായ ഭക്തന്മാരായ ആളുകളാണ് എന്ന് കപടവേഷം വെട്ടിക്കൊണ്ടാണ് അവർ രംഗത്ത് വരുന്നത്. ഞങ്ങൾ വളരെ ഭക്തിയുള്ളവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥലത്ത് അവർക്ക് വലിയ പ്രാമുഖ്യം ലഭിക്കും. ഓഫ് ദ സെയിം ഫെയ്ത്ത്സ് ആസ് ദ റിലീജിയസ് ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെ അവരുടെ വിശ്വാസത്തിലുള്ള ആളാണെന്നും കാണിച്ചുകൊണ്ട് വളരെ ധാർമ്മികമായ മതപരമായ രംഗത്ത് വളരെ നല്ല പ്രവർത്തനം ചെയ്യുന്ന ആളാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന നിലയിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ആസ് ദ റിലീജിയസ് ഗ്രൂപ്പ്
അങ്ങനെ മതപരമായ ആ ഗ്രൂപ്പിനകത്തേക്ക് പ്രവേശിക്കുന്നതും ഹീസ് ഇൻഫിൽട്രേറ്റിംഗ്, അങ്ങനെ നുഴഞ്ഞ് കയറുകയാണ് അവിടെ നുഴഞ്ഞ് കയറി അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സോ ദാറ്റ് ദേ മേ എക്സ്ട്രാക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ റിലീജിയൻ. അങ്ങനെ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ വിവരങ്ങളൊക്കെ ഇങ്ങോട്ട് ചോർത്തിയെടുക്കാം. എക്സ്ട്രാക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ റിലീജിയൻ ഓർ റിലീജിയസ് കമ്മ്യൂണിറ്റി, ആ മതത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കരസ്ഥമാക്കാൻ, ആ വിഭാഗത്തിൻ്റെ നിലപാടുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ, ഇൻ ജനറൽ മൊത്തത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ചാരന്മാരെ ആണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ലോകമെമ്പാടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ ചാരപ്രവർത്തനം ലോകത്ത് നടക്കുന്നത് ഒരു പരമസത്യമായ കാര്യമാണ്. സച്ച് ഇൻഫർമേഷൻ ഈസ് വൈറ്റൽ ഫോർ ദം ടു ക്രിയേറ്റ് കായസ്. കുഴപ്പമുണ്ടാക്കുന്നതിന് ഇത്തരം വിവരങ്ങൾ അറിയൽ വളരെ അത്യാവശ്യമായ കാര്യമാണ്. സച്ച് ഇൻഫർമേഷൻ, ഇത്തരം അറിവുകൾ ഈസ് വൈറ്റൽ, വളരെ പ്രാധാന്യമുള്ളതാണ്. ഫോർ ദം ടു ക്രിയേറ്റ് കായസ്, അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഇതൊക്കെ അനിവാര്യമാണ്. ആൻഡ് ടു എൻഡ് ദ ലൈഫ് ഓഫ് സച്ച് റിലീജിയൻ, അതുപോലെ ആ മതത്തിൻ്റെ തന്നെ ഭൂമിയിൽ ഇല്ലാതാക്കുന്നതിന്, ഓർ എ റിലീജിയസ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ മതപരമായ ആ സമൂഹത്തെ തന്നെ ഈ ഭൂമുഖത്ത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി നുഴഞ്ഞു കയറ്റക്കാർ അതിൽ പ്രവേശിച്ച് ആ മതത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന പ്രവണത ലോകത്ത് നടക്കുകയാണ്. Therefore, ആയതിനാൽ സച്ച് ട്രീസൺ ടു വൺസ് ഫെയ്ത്ത്, ഒരാളിൻ്റെ വിശ്വാസത്തിലേക്ക് ഇത്തരത്തിലുള്ള ദ്രോഹം, അപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഈ രീതിയിലുള്ള ഗൂഢപ്രവർത്തനത്തിലൂടെ അവർ പോലും അറിയാത്ത നിലയിൽ അവരുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് അവരെ സത്പന്ഥാവിൽ നിന്നും ഇല്ലാതാക്കുകയും അവർ തന്നെ ഭൂമുഖത്ത് ഇല്ലാതാക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഗൂഢസംഘങ്ങൾ ഈ ഭൂമുഖത്തുണ്ട്. എസ്പെഷ്യലി വെൻ വൺ പ്രിറ്റൻഡ് ടു ഫോം പാർട്ട് ഓഫ് ദ സെയിം ഗ്രൂപ്പ്. വിശിഷ്യ ഒരാൾ ഒരു സംഘത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നടിച്ച് അദ്ദേഹം അതിൽ കയറും. അതിൽ കയറി ഭാഗികമായിട്ട് വല്ല നേട്ടവും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, അതല്ല എങ്കിൽ ഇതിനെ സമയം വരുമ്പോൾ, സന്ദർഭം വരുമ്പോൾ ഒറ്റിക്കൊടുക്കാം ആ ഗ്രൂപ്പിൽ. അതിലാണ് അവർ കയറുന്നത്. ബ്രിങ് എബൌട്ട് അൺബാലൻസ്, അങ്ങനെ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു. കാരണം കാര്യങ്ങൾ നേരെ അല്ല പോകുന്നത്. ഒരു അൺബാലൻസ്, ഒരു അസന്തുലിതാവസ്ഥ ഒക്കെ അത് ബ്രിങ് എബൌട്ട് കാരണമായി തീരുന്നു. ടു ദ സ്റ്റെബിലിറ്റി ഓഫ് സച്ച് റിലീജിയസ് ഗ്രൂപ്പ്സ്, അങ്ങനെ വരുമ്പോൾ ആ മതപരമായ സംഘത്തിൻ്റെ സ്റ്റെബിലിറ്റി ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പ്. അതിങ്ങനെ ആടിയും കുഴഞ്ഞും അതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയും വരികയും ചെയ്യുന്നതാണ്. അതിനൊന്നും ഉറപ്പുള്ള കാര്യങ്ങളല്ല എന്ന നിലയിൽ അത് ആയിത്തീരുന്നു. അൺലെസ് ദ ലാറ്റർ ഈസ് പ്രൊട്ടക്റ്റഡ്, ഇതിനെ സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ, ആൻഡ് അപ്ഹെൽഡ്, സ്ഥിരീകരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ബൈ ഗോഡ് ഹിംസെൽഫ്, അല്ലാഹു തആല തന്നെ അതിനെ സ്വയം നിലനിർത്തുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ഇത്തരത്തിലുള്ള കടന്നാക്രമണക്കാർ കയറി അത് അതിൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കി കളയും. ആൻഡ് ഇൻ ദിസ് കേസ് നോ ക്വാണ്ടിറ്റി ഓഫ് ഹിപ്പോക്രൈറ്റ്സ് ഓർ ട്രേറ്റേഴ്സ്, ഈ കാര്യത്തിൽ കപടവിശ്വാസികളുടെ എണ്ണമോ വണ്ണമോ അല്ലെങ്കിൽ ഈ ചതിയന്മാരുടെ എണ്ണമോ വണ്ണമോ ക്യാൻ എവർ എറേസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ റിലീജിയൻ ഓഫ് ഗോഡ്, അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ നിലനിൽപ്പിനെ ഇല്ലാതാക്കുവാൻ ഇത്തരത്തിലുള്ള ആളുകളുടെ എണ്ണമോ വണ്ണമോ അവരെത്ര അധികം കൂടുതലുണ്ടെങ്കിലും അവർ എത്ര ശക്തിയുള്ളവരാണെങ്കിലും അല്ലാഹു തആല ആടെ മതത്തിനെ നെവർ എറേസ് റിലീജിയൻ,
ക്യാൻ നെവർ എറേസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ റിലീജിയൻ ഓഫ് ഗോഡ്. അള്ളാഹുവിൻ്റെ മതത്തിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാൻ ഇത്തരത്തിലുള്ള ആളുകൾ എത്ര ശക്തരായാലും എത്ര കൂടുതലുണ്ടെങ്കിലും അവർക്ക് കഴിയുകയില്ല. ഈ സത്യം നിലനിർത്തണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നത് കൊണ്ട് അത് അവൻ ഉദ്ദേശിക്കുന്നവരിലൂടെ അത് നിലനിർത്തുക തന്നെ ചെയ്യും. അതിനെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല. ഈ ട്രൈറ്റേഴ്സ്, അതായത് ഈ വഞ്ചകന്മാരായ ആളുകൾ വന്നാലും ശരി, അതുപോലെ ഹിപ്പോക്രൈറ്റ്സ്, കപടവിശ്വാസികൾ ഇതിനകത്ത് കടന്നു കയറിയാലും ശരി, അതിൻ്റെ നിലനിൽപ്പിനെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുവാൻ അല്ലാഹു തആല അനുവദിക്കില്ല. അതുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്ന വിഭാഗവും ആളുകളും അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് മാത്രം അത് നിലനിർത്തി കൊണ്ടുപോകും. ആൻഡ് വിത്ത് ദ അഡ്വൻറ്റ് ഓഫ് ദ ഹോളി പ്രോഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ, പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടെ ദ സോൾ റിലീജിയൻ ഓഫ് അല്ലാഹ് ഈസ് ഇസ്ലാം. അള്ളാഹുവിൻ്റെ മതം, ഒരേ ഒരു മതം, സമ്പൂർണമായ മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇൻ ഇറ്റ്സ് ഓതൻറ്റിസിറ്റി, അത് പ്രാമാണ്യത്തിലായാലും ശരി, പ്രമാണപരമായി, അതിന് രേഖാപരമായി, തെളിവുപരമായി നോക്കിയാലും, പെർഫെക്ഷൻ, അതുപോലെ അതിൻ്റെ സമ്പൂർണത നോക്കിയാലും, അതുപോലെ ആൻഡ് പ്യൂരിറ്റി, അതിൻ്റെ പരിശുദ്ധി നോക്കിയാലും, എല്ലാ അർത്ഥത്തിലും പരിപൂർണമായിട്ട് അള്ളാഹുവിൻ്റെ മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ആ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളെ അതിനകത്ത് അല്ലാഹു തആല നിലനിർത്തുമെന്നും, എന്നാൽ ഈ മതത്തിലെ അധ്യാപനങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നതിനും ഇത്തരത്തിലുള്ള ഗൂഢസംഘങ്ങളും ഗൂഢാലോചനക്കാരും ഗൂഢപ്രവർത്തനങ്ങൾ നടത്തുന്നവരും ഉണ്ടാകുമെന്നും, എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് സത്യഭക്തരായ ആളുകളുടെ ഒരു ചെറു സംഘം ഈ യഥാർത്ഥ അസ്തിത്വത്തെ ലോകത്തിന് നിലനിർത്തുന്നതിന് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല അത് നടപ്പിലാക്കുന്നതാണ്. നൗ ഇമാജിൻ, ഇനി ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, വാട്ട് ഇഫ് സമൺ ആക്ട്സ് ആസ് ട്രൈറ്റർ എഗൻസ്റ്റ് ദ റിലിജൻ. ഈ മതത്തിനെതിരായിട്ട് ഒരു ചതിയാനായിട്ട് ചതിപ്രയോഗം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നൗ ഇമാജിൻ വാട്ട് ഇഫ് സമൺ ആക്ട്സ് ആസ് ട്രൈറ്റർ എഗൻസ്റ്റ് ദ റിലിജൻ. ഈ മതത്തിനെതിരായിട്ട് ഒരാൾ ഒരു ചതിപ്രയോഗം നടത്തുന്നു എന്ന് കരുതുക. അയാളെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ മെസ്സഞ്ചേഴ്സ്, അള്ളാഹു നിയോഗിച്ച ദൂതന്മാർക്കെതിരായിട്ട് ഒരു ചതിപ്രയോഗം നടത്തുന്നു എന്ന് വിചാരിക്കട്ടെ. ആൻഡ് മെസ്സേജസ് ഓഫ് അള്ളാഹ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സന്ദേശത്തിന് എതിരായി നിലകൊള്ളുന്നു എന്നിരിക്കും. അള്ളാഹുവിൻ്റെ സന്ദേശത്തെയോ അല്ലെങ്കിൽ അള്ളാഹു നിയോഗിച്ച ദൂതന്മാരെയോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മതത്തിനോ എതിരായിട്ട് ഒരാൾ നിൽക്കുകയാണെങ്കിൽ അയാളെക്കുറിച്ചൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഹിസ് എൻഡ്, അവൻ്റെ അവസാനം എന്ന് പറയുന്നത് കോൺസിക്വൻസസ് ഷാൽ ബി പെയിൻഫുൾ. അവൻ്റെ അനന്തരഫലം, അത് ലാസ്റ്റ് നമുക്കറിയാം. അവൻ്റെ അനന്തരഫലം വളരെ വേദനാജനകമായിരിക്കും. ഇൻഡീഡ് അള്ളാഹ് പ്രൊട്ടക്ട്സ് ജലസ്ലി ഹിസ് റിലീജിയൻ. തീർച്ചയായിട്ടും അല്ലാഹു തആല സ്പർദ്ധയോടുകൂടിയാണെങ്കിലും അള്ളാഹ് പ്രൊട്ടക്ട്സ് ജലസ്ലി ഹിസ് റിലീജിയൻ. അവൻ്റെ മതത്തെ സ്പർദ്ധയോടുകൂടിയായാലും ശരി, കുറേ എതിർപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും അതിന് സ്പർദ്ധയോടുകൂടിയാണെങ്കിലും ശരി, അവൻ്റെ മതത്തെ ഇൻഡീഡ് അല്ലാഹ് പ്രൊട്ടക്ട്സ് ജലസ്ലി ഹിസ് റിലീജിയൻ. അവൻ്റെ മതത്തിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തെ നിലനിർത്തും. മെസ്സഞ്ചേഴ്സ്, അതുപോലെ അവൻ്റെ ദൂതന്മാരെയും നിലനിർത്തുന്നതാണ്. ആൻഡ് സിൻസിയർ ആൻഡ് പയസ് സെർവൻസ്, അതുപോലെ നിഷ്കളങ്കരായ സ്വാത്വികരായ ദാസന്മാരെയും അവൻ നിലനിർത്തുന്നതാണ്. ഫ്രം ദ ഈവിൾ പ്ലോട്ട്സ് ഓഫ് ഇൻഫിഡൽസ്, ഈ ദൈവനിഷേധികളുടെ ഗൂഢപ്രവർത്തനങ്ങളിൽ നിന്നും, ഹിപ്പോക്രൈറ്റ്സ്, ഈ കപട വിശ്വാസികളുടെ ഗൂഢപ്രവർത്തനങ്ങളിൽ നിന്നും, ആൻഡ് ട്രൈറ്റേഴ്സ്, ഈ ചതിയന്മാർ, ഈ വഞ്ചകന്മാരായ ആളുകളിൽ നിന്നും, ഓഫ് ഓൾ റാങ്ക്സ്, എല്ലാ പദവിയിലുള്ള ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നും അല്ലാഹു തആല അവൻ ഈ നിഷ്കളങ്കരായ അല്ലാഹുവിൻ്റെ ദാസന്മാരെ അവൻ നിലനിർത്തുന്നതാണ്, അവൻ സംരക്ഷിക്കുന്നതുമാണ്. അവർ ഏതെല്ലാം രീതി, ഈ പറയുന്ന പട്ടികയിലുള്ള ഇൻഫിഡൽസ്, ദൈവനിഷേധികൾ, ഹിപ്പോക്രൈറ്റ്സ്, കപടവിശ്വാസികൾ, ആൻഡ് ട്രൈറ്റേഴ്സ്,
ചതിപ്രയോഗം നടത്തുന്നവർ, അത് ഏത് തലത്തിലുള്ളവരാണ്, ഓഫ് ആൾ റാങ്ക്സ്, ഏത് തലത്തിൽ ഏത് പടിയിലുള്ള, ഉയർന്നവനായാലും താണവനായാലും ചെറിയവനായാലും അവർ ഒക്കെ അള്ളാഹു തആല ഇല്ലായ്മ ചെയ്യുക മാത്രമല്ല, അവരുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു തആല വിജയിപ്പിക്കുകയില്ല. അവസാനം അവർക്ക് വളരെ പെയിൻഫുള്ളായിട്ടുള്ള അന്ത്യമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇൻഡീഡ് അല്ലാഹ് ഹാസ് ദ പവർ ടു റെഡ്യൂസ് ദീസ് ഈവിൾ പീപ്പിൾ. ഒരു കാര്യം മനസ്സിലാക്കുക, അല്ലാഹ് ഹാസ് ദ പവർ ടു റെഡ്യൂസ് ദീസ് ഈവിൾ പീപ്പിൾ. ഈ ദുഷ്ടജനങ്ങളെ അള്ളാഹു തആല ഇല്ലായ്മ ചെയ്യുവാൻ, അതിൻ്റെ എണ്ണം കുറയ്ക്കുവാനൊക്കെ അള്ളാഹു തആല ടു ഡസ്റ്റ്, അവരെ മണ്ണിലേക്ക് ആഴ്ത്തിക്കളയുവാൻ അവൻ കഴിവുള്ളവനാണ്. ഓൺസ്, ഒരിക്കൽ ദേ ബിക്കം ഓപ്പൺ എനിമീസ് ഓഫ് ഹിസ് പ്രോഫറ്റ്സ്. അവർ അള്ളാഹുവിൻ്റെ ദൂതന്മാരുടെ തുറന്ന ശത്രുക്കളായാൽ, ആൻഡ് ഡു നോട്ട് എവർ റിപ്പൻറ്റ്, അതുപോലെ അവർ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ചിലപ്പം തെറ്റ് സംഭവിക്കാം. തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്തുകയും പശ്ചാത്തപിക്കുകയും നന്മയിലേക്ക് വീണ്ടും വരികയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കാതെ പ്രവാചകന്മാർ കൊണ്ടുവന്ന ഈ സത്യമായ മതത്തിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ അവരെപ്പറ്റി പറയുന്നത് അവർ ഈവിൾ പീപ്പിൾസാണ്, അവർ ദുഷ്ടാത്മാക്കളായ ആളുകളാണ്, ദുഷ്ടജനങ്ങളാണ്. അവരെ അള്ളാഹു തആല മണ്ണിനടിയിലേക്ക് ആഴ്ത്തിക്കളയുമെന്നാണ്. ദേ ബിക്കം ഓപ്പൺ എനിമീസ് ഓഫ് ഹിസ് പ്രോഫറ്റ്സ്. അവൻ്റെ പ്രവാചകന്മാരുടെ തുറന്ന ശത്രുക്കളായതുകൊണ്ടാണ് അവർ. അതുപോലെ അവർ പശ്ചാത്തപിക്കുവാനും നേർവഴിയിലേക്ക് മടങ്ങി വരുവാനും അവർ തയ്യാറാകാത്തതുകൊണ്ടാണ്. അങ്ങനെയും അള്ളാഹു തആല അവസരം കൊടുക്കും. അള്ളാഹു തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ നമുക്ക് കാലത്തിൻ്റെ ഇമാം വിശദീകരിച്ചു തരുന്ന ഈ കാര്യങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനും അതനുസരിച്ച് നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു അവസരം ഒരുക്കട്ടെ. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.